നമസ്കാരം. എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. സെലിബ്രേറ്റിംഗ് 50 years. മജസ്റ്റിക് ജുവല്ലേഴ്സ്. താനൂരിൽ അപകടത്തിൽ മരണപ്പെട്ട ദേവദാർ സ്കൂൾ ജീവനക്കാരി ശ്രീലതയ്ക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. നീണ്ട 25 വർഷം നാടിന്റെ ടീച്ചറായി തിളങ്ങിയ ശ്രീലതയുടെ വിയോഗം നാടിനും നാട്ടുകാർക്കും വിശ്വസിക്കാനാകാത്തതായി. താനൂർ ഗവൺമെന്റ് ദേവദാർ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അന്ത്യോപചാരം അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. വിയോഗം ഉൾക്കൊള്ളാനാകാതെ സ്കൂൾ അധ്യാപകരും ജീവനക്കാരും കണ്ണീരടക്കാനാകാതെ സങ്കടക്കടലിലായി. എനിക്കത് കുടിക്കാതെയല്ല പോയത്. സ്കൂളുണ്ട് പോകുന്നുണ്ടോ? ബസ്സിൽ വരും. 3 മണിക്ക് എടുക്കുള്ളൂ. 3 മണിക്ക് എടുക്കുള്ളൂ. നാട്ടുകാർക്കെല്ലാം സുപരിചിതയായിരുന്നു ശ്രീലത. നീണ്ട 25 വർഷം താനൂർ ചീരാൻകടപ്പുറം ബദൽ സ്കൂളിൽ കുരുന്നുകൾക്ക് അറിവ് പകർന്നു നൽകിയിട്ടുണ്ട്. 3 വർഷം മുമ്പാണ് സർക്കാർ ജനറൽ സ്കൂളിലേക്ക് മാറ്റി നിയമിച്ചത്. തവനൂർ ഗവൺമെന്റ് സ്കൂളിലായിരുന്നു ആദ്യ നിയമനം. കഴിഞ്ഞ വർഷം താനൂർ ദേവദാറിൽ ഒഴിവ് വന്നതോടെയാണ് ഇവിടേക്ക് മാറിയത്. ബദൽ സ്കൂൾ അധ്യാപികയായി വിദ്യാർത്ഥികൾക്കിടയിൽ കഴിഞ്ഞിരുന്ന ശ്രീലത ദേവദാറിലും വിദ്യാർത്ഥികൾക്കിടയിലായിരുന്നു. കുട്ടികളോടും അധ്യാപകരോടും ഒരുപോലെ അടുത്തിടപഴകി സ്കൂളിന്റെ എല്ലാ കാര്യങ്ങൾക്കായും ഓടി നടക്കുന്നതിനിടെയാണ് വിധി വാഹനാപകടത്തിന്റെ രൂപത്തിലെത്തി ജീവൻ തട്ടിയെടുത്തത്. ബുധനാഴ്ച സ്കൂൾ വിട്ടുപോകുന്നതിനിടെ മൂലക്കലിലുണ്ടായ അപകടത്തിലായിരുന്നു മരണം. വ്യാഴാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 1:30 ദേവദാറിലെത്തിച്ച് പൊതുദർശനത്തിന് വെച്ചു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പുറമെ നാട്ടുകാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ ശ്രീലതയെ അവസാനമായി ഒരു നോക്കു കാണാൻ എത്തിയിരുന്നു. എഡിറ്റർ ലൈവ് താനൂർ. ഓൾമോസ്റ്റ് എല്ലായി. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ, മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലേ? സെലിബ്രേറ്റിംഗ് 50 years. മജസ്റ്റിക് ജുവല്ലേഴ്സ്.